നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ഗുണ്ട ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ പോലീസ്. വാറന്റ് പ്രതികളും കാപ്പ കേസ് പ്രതികളും അറസ്റ്റിൽ. നടപടി കൈവെട്ട് കേസിലെ പ്രതി സവാദ് 13 വർഷക്കാലം ഒളിവിൽ കഴിഞ്ഞ സാഹചര്യത്തിൽ. കുമളി പെർള KSRTC സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കാസർഗോഡ് അപകടത്തിൽപ്പെട്ടു. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറിയായിരുന്നു അപകടം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നുള്ളിപ്പാടിയിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന സമരം 2ാം ദിനം പിന്നിട്ടു. മിയാപ്പദവ് ദൈഗോളി പൊയ്യത്തുബയൽ നന്താരപ്പദവ് റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ജില്ലാതല ശരീര സൗന്ദര്യ മത്സരം ഞായറാഴ്ച തൃക്കരിപ്പൂരിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. കാസർഗോഡ് കേന്ദ്രീയ വിദ്യാലയം നമ്പർ 2 വാർഷികാഘോഷം സംഘടിപ്പിച്ചു. കാസർഗോഡ് അസിസ്റ്റന്റ് കളക്ടർ ദിലീപ് K കൈനികര ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ഗുണ്ട ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ നടപടി കർശനമാക്കി പോലീസ്. വിവിധ കേസുകളിൽ ഒളിവിൽ കഴിയുന്നവരെയും വാറന്റ് പ്രതികൾ ഉൾപ്പെടെയുള്ളവരെയും അറസ്റ്റ് ചെയ്തു. പിടിയിലായവരിൽ കാപ്പ കേസിലെ പ്രതികളും ഉൾപ്പെടുന്നു. കൈവെട്ട് കേസിലെ പ്രതി സവാദ് 13 വർഷക്കാലം ഒളിവിൽ കഴിഞ്ഞ സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് നടപടി. കാസർഗോഡ് ഗുണ്ട ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. വിവിധ കേസുകളിൽ ഒളിവിൽ കഴിയുന്നവരെയും വാറന്റ് പ്രതികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടി. ഇത്തരത്തിലുള്ള 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃക്കരിപ്പൂർ വലിയ പറമ്പിലെ നസീർ, കാസർഗോഡ് അണങ്കൂർ സ്വദേശി സഫ്വാൻ, ഹിദായത്ത് നഗറിലെ KM ഷൗക്കത്ത്, നുള്ളിപ്പാടി ചെന്നിക്കരയിലെ മണി എന്നിവരാണ് അറസ്റ്റിലായത്. ഇതിൽ നസീർ, സഫ്വാൻ എന്നിവരെ കാപ്പ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. ഹൊസ്ദുർഗ്, നീലേശ്വരം, ചന്ദേര, തിരൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ കവർച്ച, പിടിച്ചുപറി, നരഹത്യ, മദ്യവിൽപ്പന, അടിപിടി, വഞ്ചന, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഉൾപ്പെടെ 11 കേസുകളിൽ പ്രതിയാണ് നസീർ. ജില്ലാ പോലീസ് മേധാവി ബിജോയിയുടെ ശുപാർശയെ തുടർന്ന് ജില്ലാ കളക്ടർ ഇമ്പശേഖർ ഇയാളെ കാപ്പ പ്രകാരം അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുകയായിരുന്നു. തുടർന്ന് ബാംഗ്ലൂരിലേക്ക് മുങ്ങിയ നസീറിനെ കാഞ്ഞങ്ങാട് DYSP ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് വിദ്യാനഗർ സ്റ്റേഷനുകളിലായി തട്ടിക്കൊണ്ടുപോകൽ, വധശ്രമം, മാരകമായി പരിക്കേൽപ്പിക്കൽ, കഞ്ചാവ് കടത്ത് തുടങ്ങിയ നിരവധി കേസുകളിൽ പ്രതിയായ സഫാനെ വീട്ടിൽ നിന്നും കാസർഗോഡ് ടൗൺ SI KP വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത്. കാപ്പ കേസിൽ പിടികൂടിയ ഇയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിച്ച് റിമാൻഡ് ചെയ്തതായി പോലീസ് അറിയിച്ചു. പിടിയിലായ KM ഷൗക്കത്ത്, മണി എന്നിവർ വാറന്റ് കേസുകളിലെ പ്രതികളാണ്. 2006 വ്യാജ പാസ്പോർട്ട് കേസിൽ പ്രതിയായ ഷൗക്കത്തിനെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് പിടികൂടിയത്. ഭാര്യ സവിതയെ മരവടി കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിയാണ് മണി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമളി പെർള KSRTC സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കാസർഗോഡ് അപകടത്തിൽപ്പെട്ടു. എരിഞ്ഞിപ്പുഴ വട്ടംതട്ടയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറിയായിരുന്നു അപകടം. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻഭാഗവും ബസ് സ്റ്റാൻഡും പൂർണ്ണമായും തകർന്നു. കുമളിയിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ കാസർഗോഡ് എത്തുന്ന ദീർഘദൂര ബസ്സാണ് കുമളി പെർള KSRTC സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. പതിവ് പോലെ കുമളിയിൽ നിന്നും പുറപ്പെട്ട് പെർളയിലേക്ക് എത്താറാകവേ രാവിലെ 5:50 എരിഞ്ഞിപ്പുഴ വട്ടംതട്ടയിൽ ബസ് അപകടത്തിൽപ്പെടുകയായിരുന്നു. ഇവിടെയുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ബസ് ഇടിച്ചു കയറുകയായിരുന്നു. ബസ് ഇടിച്ചതിന്റെ ആഘാതത്തിൽ ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. പ്രദേശവാസിയായ ആൾ യാത്രക്കാർക്കായി നിർമ്മിച്ചു നൽകിയ ബസ് സ്റ്റാൻഡാണിതെന്നാണ് വിവരം. സംഭവത്തിൽ നഷ്ടപരിഹാരം ലഭ്യമാക്കുവാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടയാളുടെ ആവശ്യം. കുമളി കട്ടപ്പനയിൽ നിന്നും പെർളയിലേക്ക് പോകുന്ന ബസ്സാണ് ഇത്. വട്ടംതട്ട പടിമരുത്ത് നടന്ന സ്ഥലത്താണ് ഇവിടെ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ എൻ്റെ സ്ഥലത്ത് ഞാനൊരു ബസ് സ്റ്റാൻഡ് കെട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മുത്തച്ഛൻ്റെ എല്ലാം സ്മരണയ്ക്ക് വേണ്ടി ഞാൻ ബസ് സ്റ്റാൻഡ് കെട്ടിയതായിരുന്നു. ഇത് വന്നിട്ട് ഓവർ സ്പീഡ് കാരണം ഒരു നിയന്ത്രണം തെറ്റിയിട്ട് ബസ് സ്റ്റാൻഡിനെ ഇടിച്ചിട്ട് ബസ് സ്റ്റാൻഡ് പൊടിപൊടിയായിട്ടുണ്ട്, തകരാറായിട്ടുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് എല്ലാം കൊടുത്തിട്ട് അതിന് നഷ്ടപരിഹാരത്തിനുള്ള ആക്കി തരണം. അപകടത്തിൽ ബസിന്റെ മുൻഭാഗവും പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ബസ്സിൽ ഡ്രൈവറും കണ്ടക്ടറും മാത്രം ഉണ്ടായിരുന്നത് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു. ബസ് അമിത വേഗതയിലെത്തിയതാണ് അപകടത്തിന് കാരണമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നുള്ളിപ്പാടിയിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന സമരം രണ്ടാം ദിനം പിന്നിട്ടു. പ്രതിഷേധത്തെ തുടർന്ന് നുള്ളിപ്പാടിയിൽ ദേശീയപാത പ്രവൃത്തി നിർത്തിവച്ചിട്ടുണ്ട്. അടിപ്പാത അനുവദിക്കുന്നതുവരെ സമരം നടത്തുവാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. നുള്ളിപ്പാടിയിൽ ദേശീയപാതയോട് ചേർന്ന് നുള്ളിപ്പാടി, ചെന്നിക്കര, നേതാജി ഹൗസിംഗ് കോളനി, സുരഭി ഹൗസിംഗ് കോളനി, JP ഹൗസിംഗ് കോളനി, തളങ്കര ക്ലസ്റ്റർ, ബദിബാഗിലു, കോട്ടക്കണി എന്നിവിടങ്ങളിലായി 2000-ഓളം വീടുകളുണ്ട്. കാസർകോട്ടെ പ്രധാന ചികിത്സാ കേന്ദ്രമായ കെയർവെൽ ആശുപത്രിയും ഇവിടെയാണ്. നഗരസഭ പൊതുശ്മശാനം, റേഷൻ ഷോപ്പ്, ആരാധനാലയങ്ങൾ, അണങ്കൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി, ഓട്ടോ സ്റ്റാൻഡ്, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവയും ഇവിടെയുണ്ട്. ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ നുള്ളിപ്പാടിയിലെ ചെന്നിക്കര ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ അണങ്കൂറിലെത്തി അവിടെയുള്ള അടിപ്പാതയിലൂടെ ചുറ്റി വേണം ഇവിടേക്കെത്താൻ. അണങ്കൂർ ഭാഗത്ത് നിന്ന് കോട്ടക്കണി ഭാഗത്തേക്ക് പോകേണ്ടവർ പുതിയ ബസ് സ്റ്റാൻഡിലെത്തി വേണം തിരിച്ചു പോകാൻ. ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണുവാൻ നുള്ളിപ്പാടിയിൽ അടിപ്പാത വേണമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം. ഈ ആവശ്യമുന്നയിച്ച് വ്യാഴാഴ്ച ആരംഭിച്ച സമരം രണ്ടാം ദിനം പിന്നിട്ടു. പ്രതിഷേധത്തെ തുടർന്ന് ഇവിടെ ദേശീയപാത പ്രവൃത്തി നിർത്തിവെച്ചിട്ടുണ്ട്. അടിപ്പാത അനുവദിക്കുന്നത് വരെ സമരം നടത്തുവാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. നഗരസഭാ കൗൺസിലറും ആക്ഷൻ കമ്മിറ്റി ചെയർമാനുമായ P. രമേശ്, അനിൽ ചെന്നിക്കര, ഹാരിസ് നുള്ളിപ്പാടി ഉൾപ്പെടെയുള്ളവർ രണ്ടാം ദിന സമരത്തിന് നേതൃത്വം നൽകി. അടിപ്പാത ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. നുള്ളിപ്പാടി പ്രദേശത്തെ ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് തന്നെ അടിപ്പാത അനുവദിക്കണമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മിയാപ്പദവ്, ദൈഗോളി, പൊയ്യത്തുബയൽ, നന്താരപ്പദവ് റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനമന്ത്രി ഗ്രാമസഡക് പദ്ധതിയുടെ 3ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി മഞ്ചേശ്വരം ബ്ലോക്ക് പരിധിയിലെ വർക്കാടി, മീഞ്ച ഗ്രാമപഞ്ചായത്തുകളായി നിർമ്മിക്കുന്ന മിയാപ്പദവ്, ദൈഗോളി, പൊയ്യത്തുബയൽ, നന്താരപ്പദവ് റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിച്ചു. പൂർത്തിയാക്കി കഴിഞ്ഞാൽ 5 വർഷക്കാലം കഴിഞ്ഞ് ഈ റോഡ് പരിപൂർണമായി വർഷങ്ങളോളം ഉപയോഗപ്രദമാണെന്ന് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രാക്ടറുടെ പിടിച്ചുവെച്ച പണം തിരിച്ചു കൊടുക്കും. 5 കൊല്ലം കഴിയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഈ റോഡ് സംസ്ഥാനത്തെ ജില്ലാ പഞ്ചായത്തിന് കൈമാറും. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന് ഈ റോഡ് 5 കൊല്ലക്കാലം കഴിഞ്ഞാണ് കൈമാറുക. അതുകൊണ്ട് 5 കൊല്ലക്കാലം ഈ റോഡിൽ മറ്റാർക്കും ഒരു അവകാശമില്ല. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലായിരിക്കും. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. കാസർഗോഡ് ജില്ലാ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ഹർഷാദ് വർക്കാടി, ജനപ്രതിനിധികളായ ഭാരതി S, ഷാനവാസ് പാദൂർ, ഷാമിന ടീച്ചർ, കമലാക്ഷി, മൊയ്തീൻ കുഞ്ഞി, രാധാകൃഷ്ണ ഭട്ട്, പത്മാവതി, ആശാലത, ഇബ്രാഹിം, ഗീതാ സമാനി, നാരായൺ തുങ്ക, സുന്ദരി R. ഷെട്ടി തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ജില്ലാതല ശരീര സൗന്ദര്യ മത്സരം ഞായറാഴ്ച തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ജില്ലാ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷനും തൃക്കരിപ്പൂർ ജിംടെക് ഫിറ്റ്നസ് സെന്ററും സംയുക്തമായാണ് മത്സരത്തിന് ആതിഥ്യമരുളുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ജനുവരി 14 രാവിലെ 10 മണിക്ക് ചാമ്പ്യൻഷിപ്പ് M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്യും. സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് P. ഹബീബ് റഹ്മാൻ മുഖ്യാതിഥിയായിരിക്കും. ഇന്ത്യൻ ബോഡി ബിൽഡിംഗ് ഫെഡറേഷൻ പ്രസിഡന്റും അർജുന അവാർഡ് ജേതാവുമായ TV പോളി മുഖ്യപ്രഭാഷണം നടത്തും. സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരമുള്ള അസോസിയേഷനിൽ അഫിലിയേഷനുള്ള ജില്ലയിലെ 50ഓളം ജിംനേഷ്യത്തിൽ നിന്നായി സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, മാസ്റ്റേഴ്സ്, ഭിന്നശേഷി, മോഡേൺ ഫിസിക്, ഫോർമെൻ ആൻഡ് വുമൺ എന്നീ വിഭാഗങ്ങളിൽ നിന്നായി 300-ൽ പരം കായിക താരങ്ങൾ പങ്കെടുക്കും. ജനുവരി 13-ന് ഉച്ച കഴിഞ്ഞ് 2 മുതൽ വൈകുന്നേരം 6 മണി വരെ വിവിധ കാറ്റഗറിയിലേക്കുള്ള മത്സരങ്ങളുടെ ഭാരനിർണയം നടക്കും. 14-ന് രാവിലെ 10 മുതൽ രാത്രി 7 വരെ മത്സരങ്ങൾ നടക്കും. സീനിയർ മിസ്റ്റർ കാസർഗോഡിന് 25,000 രൂപയും ജൂനിയർ മിസ്റ്റർ കാസർഗോഡിന് 15,000 രൂപയും സബ് ജൂനിയർ മിസ്റ്റർ കാസർഗോഡിന് 10,000 രൂപയും മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ 5,000 രൂപയും മോഡേൺ ഫിസിക് 5,000 രൂപ, വുമൺ മോഡേൺ ഫിസിക് 5,000 രൂപ എന്നീ ക്രമത്തിൽ ക്യാഷ് പ്രൈസുകൾ നൽകും. മത്സരത്തിന്റെ സമാപന സമ്മേളനത്തിൽ ചന്തേര പോലീസ് ഇൻസ്പെക്ടർ GP മനുരാജ് സമ്മാനദാനം നിർവഹിക്കും.
ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ഉദയകുമാർ, സെക്രട്ടറി രാജൻ എക്കാൽ, ട്രഷറർ പി നാരായണൻ, സ്പോർട്സ് കൗൺസിൽ പ്രതിനിധി പ്രദീപൻ ഹിൽട്ടൺ, കെ വി ഗോപാലൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് കേന്ദ്രീയ വിദ്യാലയം നമ്പർ 2 വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. കാസർഗോഡ് അസിസ്റ്റന്റ് കളക്ടർ ദിലീപ് കെ കൈനിക്കര പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് കേന്ദ്രീയ വിദ്യാലയം നമ്പർ 2 34ാമത് വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഉദ്ഘാടനം ചെയ്തു. You have to remember that this is a privilege that your children have been afforded here. The central government as well as state government takes great pains to ensure that all the adequate facilities, a level playing field is provided to students regardless of their background. Even students from very humble backgrounds have made their way in a distinguished manner through the KVs and have risen to great heights. It was mentioned that I did my undergraduation in IIT Madras. Of course, there was a strong contingent of KV students who were studying with me. And later, I recently completed my training at Missouri for the IAS batch, as well as other center services. And again, there was a strong contingent of KV students who were keeping me company there. വിദ്യാലയ പ്രിൻസിപ്പൽ ശരത് പി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ദേശീയ കലാ ഉത്സവത്തിൽ 1ാം സ്ഥാനം ലഭിച്ച വിദ്യാർത്ഥികൾ, STFI ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ, 10ാം തരം +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവർക്കുള്ള ഉപഹാരങ്ങൾ ദിലീപ് കെ കൈനിക്കര വിതരണം ചെയ്തു. പ്രിൻസിപ്പൽ ശരത് പി, ജെസ്സി ആന്റണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള ബാളിയൂർ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ഉദ്ഘാടനവും സൗഹാർദ്ദ സംഗമവും 14-ന് നടക്കും. ഇതോടനുബന്ധിച്ചുള്ള 3 ദിവസത്തെ മതപ്രഭാഷണത്തിന് 14-ന് തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബാളിയൂർ മൊഹിയുദ്ദീൻ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനവും സൗഹാർദ്ദ സംഗമവും 3 ദിവസത്തെ മതപ്രഭാഷണവും 14-ന് തുടങ്ങും. സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 3:30-ന് ബദർ മൗലിദ് പാരായണത്തിന് സയ്യിദ് കുറത്തു സാദത്ത് ഫസൽ കോയമ്മ തങ്ങൾ കൂറ നേതൃത്വം നൽകും. വൈകിട്ട് 4:30-ന് നടക്കുന്ന സൗഹാർദ്ദ സംഗമം കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ ഉദ്ഘാടനം ചെയ്യും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, NA നെല്ലിക്കുന്ന് MLA, സദാശിവ K ഷെട്ടി കുളൂർ എന്നിവർ മുഖ്യാതിഥികളാവും. 15-ന് മജ്ലിസുന്നൂറിന് ഇബ്രാഹിം ബാത്തിഷ തങ്ങൾ ആനക്കല്ല് നേതൃത്വം നൽകും. കൂട്ടുപ്രാർത്ഥനയ്ക്ക് സയ്യിദ് ബദറു സദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി കടലുണ്ടി നേതൃത്വം നൽകും. 16-ന് സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നുങ്കൈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. നൌഫൽ സഖാഫി കളസ മുഖ്യപ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മഹത്തായ പള്ളി 14-ാം തീയതി ഞായറാഴ്ച ളുഹ്ർ നിസ്കാരത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തു തരികയാണ്. ഒരുപാട് സാദാത്യങ്ങൾ പങ്കെടുക്കുന്നു. കൂറത്തങ്ങൾ, ഖലീലതങ്ങൾ തുടങ്ങിയ ഒരുപാട് സാദാത്യങ്ങൾ പങ്കെടുക്കുന്ന മഹത്തായ സംരംഭം. ഖത്തീബ് നസീർ ദാരിമി, ജമാഅത്ത് പ്രസിഡന്റ് മൊയ്തീൻ കുട്ടി, സെക്രട്ടറി ഷെരീഫ് ചിനാല, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അബൂബക്കർ ഹൊസങ്കടി, കൺവീനർ ആരിഫ് യശസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കലാകായിക പ്രതിഭകൾക്ക് അനുമോദനമൊരുക്കി KGOA കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കലാകായിക മേളകളിൽ പങ്കെടുത്ത് മികച്ച വിജയം കൈവരിച്ച പ്രതിഭകളെ KGOA കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അനുമോദിച്ചു. കാഞ്ഞങ്ങാട് ഒറിക്സ് വില്ലേജിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ അധ്യക്ഷ KV സുജാത ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് മധു കരിമ്പൽ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി KV രാഘവൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം V ചന്ദ്രൻ, PK ബാലകൃഷ്ണൻ, കോളിക്കര രമേശൻ, വൈശാഖ് ബാലൻ, മീന റാണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് KGOA അംഗങ്ങൾ അവതരിപ്പിച്ച സംഗീത വിരുന്നും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ഡ്രീം ഫ്ലവർ IVF സെന്ററിന്റെ 12ാമത് വാർഷികവും 6000 ശിശുജനനങ്ങളുടെ അഭിമാന നേട്ടവും വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. ജനുവരി 14-ന് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ഡ്രീം ഫെസ്റ്റ് 2K24 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടി IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനോവൻ ഉദ്ഘാടനം ചെയ്യും.
ഡ്രീം ഫ്ലവർ IVF സെന്ററിന്റെ 12ാമത് വാർഷികവും 6000 ശിശുജനനങ്ങളുടെയും ആഘോഷ പരിപാടി 14 കാസർഗോഡ് പുലിക്കുന്ന് മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡ്രീം ഫെസ്റ്റ് 2K24 എന്ന പേരിൽ വൈകുന്നേരം 5 മണി മുതൽ 9 മണി വരെ സംഘടിപ്പിക്കുന്ന പരിപാടി IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനോവൻ ഉദ്ഘാടനം ചെയ്യും. ഹോസ്പിറ്റൽ ഡയറക്ടറും ചീഫ് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ ജയലക്ഷ്മി സൂരജ് ഡ്രീം ഫ്ലവറിന്റെ IVF വിജയയാത്ര വിശദീകരിക്കും. IMA കാസർഗോഡ് ബ്രാഞ്ച് വൈസ് പ്രസിഡന്റ് ഹരികിരൺ ബംഗേര, മുൻ അഡീഷണൽ ഡിസ്ട്രിക്ട് ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അഡ്വക്കേറ്റ് K ബാലകൃഷ്ണൻ, ചീഫ് എംബ്രയോളജിസ്റ്റ് ഡോക്ടർ എലിസബത്ത്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സുരേന്ദ്ര KT തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിക്കും. ഡ്രീം ഫ്ലവർ IVF സെൻ്ററിൻ്റെ 12ാം വാർഷികവും 6000 ശിശുജനനവും ആഘോഷിക്കാൻ ഡ്രീം ഫ്ലവർ ടീമും ഡ്രീം ഫ്ലവറിൻ്റെ സേവന ഗുണഭോക്താക്കളും ക്ഷണിക്കപ്പെട്ട അതിഥികളും ഒന്നിച്ചു ചേരുന്നു. ഈ വരുന്ന 14-ാം തീയതി പുലിക്കുന്നിലുള്ള കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് ഡ്രീം ഫെസ്റ്റ് 2K24 എന്ന പേരിൽ ഈ മെഗാ ഇവൻ്റ് നടക്കുന്നതാണ്. വൈകുന്നേരം കൃത്യം 5 മണിക്ക് ആരംഭിക്കുന്ന ആഘോഷ പരിപാടിയിൽ മുഖ്യ അതിഥിയായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ IMAയുടെ കേരള സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനോവൻ പങ്കെടുത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതാണ്. ഡ്രീം ഫ്ലവർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സുരേന്ദ്ര KT, IVF കൗൺസിലർ ജീന ജോർജ്, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഫ്സൽ ബഷീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പാട്ടുംപാടി പ്രചാരണം നടത്തി കാഞ്ഞങ്ങാട് പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ. കലാമി മ്യൂസിക് ബാൻഡിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മനുഷ്യച്ചങ്ങല സംഗീത വിരുന്നൊരുക്കിയത്. പടന്നക്കാട് നെഹ്റു കോളേജിലെ കലാമി മ്യൂസിക് ബാൻഡിന്റെ നേതൃത്വത്തിൽ വേറിട്ട പ്രചരണവുമായി വിദ്യാർത്ഥികൾ. പഴയ ബസ് സ്റ്റാൻഡിന് മുന്നിലാണ് മനുഷ്യച്ചങ്ങല സംഗീതവുമായി സാനിമ, വൃന്ദ, ആതിര, കൃഷ്ണപ്രിയ, സഞ്ജന, ഭവ്യ എന്നിവർ പാട്ടുപാടിയെത്തിയത്. ബ്ലോക്ക് പ്രസിഡന്റ് വിപിൻ ബല്ലത്ത് അധ്യക്ഷനായി. യതേഷ് വാരിക്കാട്ട്, PK പ്രജീഷ്, ദീപു രാജ് എന്നിവർ സംസാരിച്ചു. B ഗിനേഷ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡിസ്ട്രിക്ട് GST കോർഡിനേറ്റർ ടൈറ്റസ് തോമസ് ഉദ്ഘാടനം ചെയ്തു. സാന്ത്വന പരിചരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനകളിലൊന്നായ ലയൺസ് ക്ലബ് സ്ഥാപകൻ മെൽവിൻ ജോണിന്റെ ജന്മദിനത്തിന്റെ ഭാഗമായി ദേശീയ തലത്തിൽ നടപ്പിലാക്കിയ സർവീസ് വീക്കിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഡിസ്ട്രിക്ട് GST കോർഡിനേറ്റർ ടൈറ്റസ് തോമസ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് പ്രസിഡന്റ് എഞ്ചിനീയർ V സജിത് അധ്യക്ഷനായി. റീജിയണൽ ചെയർമാൻ HV നവീൻകുമാർ, അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറിമാരായ K ബാലകൃഷ്ണൻ നായർ, PV രാജേഷ്, സെക്രട്ടറി കണ്ണൻ, P മിറാഷ്, അംഗങ്ങളായ E രാജേന്ദ്രൻ, N അനിൽകുമാർ, B കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ദേശീയ സംസ്ഥാനതല കലാകായിക മത്സര പ്രതിഭകളെയാണ് അനുമോദിച്ചത്. ദേശീയ സംസ്ഥാനതല കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് മികച്ച വിജയം സ്വന്തമാക്കിയ മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രതിഭകൾക്കു വേണ്ടി സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ PTA പ്രസിഡന്റ് P പ്രസന്നൻ അധ്യക്ഷനായി. റിട്ടയർഡ് പോലീസ് സൂപ്രണ്ടും ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റുമായ ഹബീബ് റഹ്മാൻ കായിക മത്സര വിജയികളെയും സംഗീതജ്ഞനും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ വിഷ്ണു ഭട്ട് വെള്ളിക്കൂത്ത് കലാമത്സര വിജയികളെയും അനുമോദിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T രാജൻ, വാർഡ് മെമ്പർ ബാലകൃഷ്ണൻ, സ്പോർട്സ് കൌൺസിൽ അംഗം അനിൽ ബംഗളം, SMC ചെയർമാൻ പത്മനാഭൻ, സ്കൂൾ വികസന സമിതി ചെയർമാൻ കുഞ്ഞികൃഷ്ണൻ, സ്കൂൾ ലീഡർ അർഷ PR, കലോത്സവ കൺവീനർ അനൂപ് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പാൾ AK വിനോദ് കുമാർ സ്വാഗതവും പ്രധാനാധ്യാപകൻ സന്തോഷ് K നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ഗുണ്ട ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ പോലീസ്. വാറന്റ് പ്രതികളും കാപ്പ കേസ് പ്രതികളും അറസ്റ്റിൽ. നടപടി കൈവെട്ട് കേസിലെ പ്രതി സവാദ് 13 വർഷക്കാലം ഒളിവിൽ കഴിഞ്ഞ സാഹചര്യത്തിൽ
കുമളി പെർള KSRTC സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കാസർഗോഡ് അപകടത്തിൽപ്പെട്ടു. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറിയായിരുന്നു അപകടം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നുള്ളിപ്പാടിയിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന സമരം 2ാം ദിനം പിന്നിട്ടു. മിയാപ്പദവ് ദൈഗോളി പൊയ്യത്തുബയൽ നന്താരപ്പദവ് റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് ജില്ലാതല ശരീര സൗന്ദര്യ മത്സരം ഞായറാഴ്ച തൃക്കരിപ്പൂരിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. കാസർഗോഡ് കേന്ദ്രീയ വിദ്യാലയം നമ്പർ 2 വാർഷികാഘോഷം സംഘടിപ്പിച്ചു. കാസർഗോഡ് അസിസ്റ്റന്റ് കളക്ടർ ദിലീപ് K കൈനികര ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.